ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പാനൽ ചർച്ചയും സെമിനാറും സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിലാണ് പരിപാടി നടന്നത്. ദ ഷിഗല്ലോസിസ് ഡിബാക്കിൾ എന്ന പ്രധാന വിഷയത്തെ ആസ്പദമാക്കിയാണ് പാനൽ ചർച്ച സംഘടിപ്പിച്ചത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം രോഗങ്ങളെ എപ്രകാരം പ്രതിരോധിക്കാമെന്നും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ചയിൽ വിദഗ്ധർ ഊന്നിപ്പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന് ജില്ലയുടെ ഈ ഫുഡ് സേഫ്റ്റി ഹെഡ് കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സിനും പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇത് നമുക്ക് മാത്രമല്ല, നമുക്കറിയാം, ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. അതിൽ ഏറ്റവും ആഹാരമില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇന്ന് നമ്മൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളല്ല. കാരണം നമുക്ക് ആദ്യം ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പാണ് അയാളെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. വിശപ്പാണ് പലപ്പോഴും മനുഷ്യനെ നല്ലവനാവുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ അയാളെ ആ വിശപ്പിന്റെ ആ ഒരു ഇതാണ്. അപ്പം വിശപ്പ് ഉള്ള ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. ആ ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ ഹോട്ടലിലും ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളുടെയും ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് നമ്മൾ ആഹാരം ഒരാൾക്ക് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആശുപത്രി ഒരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിലെ ശരിക്കും അതിന്റെ ഓണർ ആ ഓരോ വ്യക്തിയെയും വളരെ സൂക്ഷ്മം അവർക്ക് എങ്ങനെ ഏറ്റവും സന്തോഷകരമായി അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു പോകാനായിട്ട് അവരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു. പല ഹോട്ടലുകളിലും കയറി ചെന്ന് കഴിഞ്ഞാൽ അവര് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് വന്ന്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് അവര് ചോദിക്കും എങ്ങനെയുണ്ട് ആഹാരം, എന്താ വേണ്ടത്, ഇനി അഡീഷണൽ എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. അപ്പൊ അത്രയും കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന ഒരാളുടെ ഒരു ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ഈ ഹോട്ടലിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ VK, ICAR CPCRA ശാസ്ത്രജ്ഞ ഡോക്ടർ ഹിമ ജോൺ, കാസർഗോഡ് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ്, KHRA ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അജിത് എന്നിവർ പാനലിസ്റ്റുകളായി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാസർഗോഡ് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സംഗീത് S ചർച്ചയുടെ മോഡറേറ്ററായിരുന്നു. തുടർന്ന് ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഇത് തടയാൻ ലക്ഷ്യമിട്ടുള്ള റൂക്കോ പദ്ധതിയെക്കുറിച്ചും കാസർഗോഡ് നോഡൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ ആദിത്യൻ PB പ്രത്യേക സെമിനാർ നയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ, NSS വോളണ്ടിയേഴ്സ്, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.